ഡോക്ടർ, നമുക്കിപ്പോൾ പ്രോസ്റ്റേറ്റ് വീക്കം ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണുന്നത്? ഈ നമ്മുടെ മെയിൽ പേഷ്യൻസിന് പ്രായം കൂടുന്തോറും നോർമലി പ്രോസ്റ്റേറ്റ് വളരാറുണ്ട്. ഇപ്പം നമ്മുടെ ഹ്യൂമൻ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോൺ ഡിഫക്റ്റിലാണ് ഈ പ്രോസ്റ്റേറ്റ് വളർന്നു വരുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് വീക്കം വരുന്ന എല്ലാവരും പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ രോഗികളാവുന്നില്ല. പ്രോസ്റ്റേറ്റ് വീക്കമുള്ള പലരും നോർമലായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകുന്നുണ്ട്. എന്നാൽ ചിലർക്ക് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പോൾ യൂറിനറി ബ്ലാഡറിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഉള്ളിലുള്ള യുറീത്രയിൽ കൂടെയാണ്. ചില രോഗികളിൽ ഈ പ്രോസ്റ്റേറ്റ് വീക്കം കാരണം ഈ യൂറിൻ ഫ്ലോ തടസ്സം വരുന്നു. അപ്പോൾ ഇങ്ങനെ യൂറിൻ ഫ്ലോ തടസ്സം വരുമ്പോഴത്തേക്കും രോഗിക്ക് യൂറിൻ സ്പീഡ് കിട്ടാതെ വരിക, പഴയതുപോലെ യൂറിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമല്ല, യൂറിൻ പുറത്തോട്ട് പോകാതെ കിടക്കുന്നതുകൊണ്ട് യൂറിൻ ബ്ലാഡറിൽ ഫില്ല് ചെയ്ത് കെട്ടിക്കിടക്കും. അപ്പോൾ കെട്ടിക്കിടക്കുന്ന യൂറിനിൽ അടിക്കടി ഇൻഫെക്ഷൻ ഉണ്ടാവുക, യൂറിനിൽ സ്റ്റോൺ ഉണ്ടാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് മാത്രമല്ല, യൂറിനറി ബ്ലാഡറിനകത്തുള്ള പ്രഷർ കൂടിക്കൂടി വരും. കാരണം യൂറിൻ കംപ്ലീറ്റ് പോയി തീരുന്നില്ല. അപ്പോൾ ഈ കൂടി വരുന്ന പ്രഷർ പതിയെ ബ്ലാഡറിൽ നിന്ന് നമ്മുടെ കിഡ്നീസിലോട്ടും ഈ പ്രഷർ ബാക്ക് പ്രഷറായിട്ട് പോകും. അപ്പം അങ്ങനെ ഈ പതിയെ ഇതിൽ ഒരു ശതമാനം രോഗികളിലോട്ട് ഇത് കിഡ്നി ഫെയിലറിലോട്ടും പോകും. അങ്ങനത്തെ ഒരു അസുഖമാണ് ഈ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ. നമ്മൾ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ എന്ന് പറയും, കോമണസ്റ്റ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് വീക്കം. അപ്പോൾ അതിനൊരു ഡെഫിനറ്റീവ് ആയിട്ടൊരു കോസ് ഇല്ല. യൂഷ്വലി ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് വെച്ചിട്ടാണ് വരുന്നത്. ഏജ് ആണ് കോമണസ്റ്റ് ആയിട്ടുള്ള. ഏത് ഏജ് മുതലായിരിക്കും നമുക്ക് ഇത് കോമൺലി സ്റ്റാർട്ട് ചെയ്യുന്നത്? കോമൺലി നമ്മൾ കാണുന്നത് ഒരു 60 ഇയേഴ്സിന് എബോവ് ആണ്. 60 ഇയേഴ്സ് തൊട്ടാണ് നമ്മൾ ഇത് സിംറ്റമാറ്റിക് ആയിട്ട് കാണുന്നത്. രോഗികളിൽ ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി വരുന്നത്. പ്രോസ്റ്റേറ്റ് വളർച്ച ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ യൂഷ്വലി സിംറ്റംസ് വരുന്നത് 60 ഇയേഴ്സ് എബോവ് ആയിട്ടാണ് വരുന്നത്.